വിവിധ സർവകലാശാലകളിലെ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ഗവർണറുടെ നീക്കമാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വാർത്തകളിൽ പ്രധാനം. UGCയുടെ അഭിപ്രായം പരിശോധിച്ച ശേഷം ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വിസിമാരെ പുറത്താക്കണമോ എന്നതിൽ തീരുമാനമുടനുണ്ടാകും. അതേസമയം തന്നെ വിഴിഞ്ഞത്ത് ടിപ്പല്ലൂരിൽ നിന്നും പാറ തെറിച്ചു വീണ യുവാവ് മരിച്ച സംഭവത്തിൽ നിന്ന് സർവകക്ഷി യോഗം ചേരുകയാണ്. ജില്ലാ ഭരണകൂടവും അദാനി ഗ്രൂപ്പ് അധികൃതരും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. ഇവരുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഗുഡ് മോർണിംഗ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയം ഇനി ഗവർണറുടെ നിലപാട് എന്തായിരിക്കും? ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഗവർണർ വീണ്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നത്. തലസ്ഥാനത്ത് അദ്ദേഹം എത്തുന്നു. കൃത്യമായ രീതിയിൽ ഉചിതമായ തീരുമാനമാണ് ഗവർണർ എല്ലാ വിഷയങ്ങളിലും ഇതിനകം സ്വീകരിച്ചത്. അത് തന്നെയാണ് സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളെയും മുഖ്യമന്ത്രിയെയും പരിവാരങ്ങളെയും പിണക്കി നിൽക്കുന്നതും. എങ്കിലും ഉറച്ച ധാർമ്മികമായ നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എപ്പോഴും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള തീരുമാനങ്ങളും നടപടികളും അത്രത്തോളം ശ്രദ്ധേയവുമാണല്ലേ? തീർച്ചയായും KP, സർവകലാശാല വിഷയങ്ങളിൽ ഇനി 2 സർവകലാശാല VC-മാർക്കാണ് ഈ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു അലിഗേഷൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണം നിലനിൽക്കുന്നത്. ആ 2 സർവകലാശാല VC-മാരുടെ കാര്യത്തിൽ ഉടനടി തീരുമാനമുണ്ടായേക്കും. ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല VC-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ UGCയുടെ നിയമോപദേശം തേടിയിരിക്കുന്നത്. നിലവിൽ UGC ചട്ടപ്രകാരമാണോ ഇവരുടെ നിയമനങ്ങൾ നടത്തിയത് എന്ന് മാത്രമാണ് അറിയേണ്ടത്. ഒരുപക്ഷെ ഗവർണറുടെ അധികാര പരിധിയിലാണ് ഇത്തരം നിയമനങ്ങളൊക്കെ വരുന്നത്. അധികാര ദുർവിനിയോഗം, അതുപോലെ തന്നെ ചട്ടലംഘനം തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഗവർണർക്ക് കൂടുതൽ തീരുമാനമെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ UGCയുടെ വിദഗ്ധ അഭിപ്രായം തേടിയതിനു ശേഷമായിരിക്കും ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാലകളുടെ VC-മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ നിയമനത്തിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം അവർക്കതിന് നടപടി ഉണ്ടാവുക. ഈ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ നേരത്തെ തന്നെ ഹിയറിംഗിന് മുന്നേ തന്നെ ഗവർണർക്ക് രാജിക്കത്ത് നൽകിയിരുന്നു. പക്ഷേ ആ രാജിക്കത്ത് ഗവർണർ അംഗീകരിച്ചിരുന്നില്ല. കാരണം നിയമനവുമായി ബന്ധപ്പെട്ട ഹിയറിംഗും ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നു. ആ ഹൈക്കോടതി കേസ് ഗവർണറുടെ ഹിയറിംഗിന് വിടുന്നു. ഈ ഹിയറിംഗ് നടക്കുന്ന സമയത്ത് എന്തിനാണ് ഓപ്പൺ സർവകലാശാല VC പെട്ടെന്ന് അല്ലെങ്കിൽ അടിയന്തരമായിട്ടൊരു രാജി പ്രഖ്യാപിക്കുന്നത്? ആ രാജിയിൽ തനിക്ക് വിശ്വാസമില്ല. അങ്ങനെയെങ്കിൽ ഈ നിയമനവുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് നടക്കട്ടെ, അതിനുശേഷം മാത്രം രാജിയിലേക്കോ അല്ലെങ്കിൽ മറ്റു നടപടികളിലൊക്കെ പോകാമെന്നാണ് നിലവിൽ ഗവർണറുടെ തീരുമാനം. കഴിഞ്ഞ മാർച്ച് 7-നാണ് സർവകലാശാല VC-മാരായ കാലിക്കറ്റ് സംസ്കൃതം സർവകലാശാല VC-മാരെ പുറത്താക്കിയത്. VC-മാർ ചട്ടം ലംഘിച്ചാണ് നിയമനം നടത്തിയത് അല്ലെങ്കിൽ നിയമനം നേടിയത് എന്നായിരുന്നു ഗവർണറുടെ ഹിയറിംഗിലൂടെ കണ്ടെത്തിയത്. കാലിക്കറ്റ് സർവകലാശാല VC സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നതും സർവകലാശാല VC സെർച്ച് കമ്മിറ്റിയിൽ 1 അംഗം മാത്രം ഉണ്ടായതുമായിരുന്നു ഗവർണർക്ക് കിട്ടിയ പരാതി അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോയ പരാതി. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനാണ് അല്ലെങ്കിൽ ആ ഫോറമാണ്, സേവ് യൂണിവേഴ്സിറ്റി ഫോറമാണ് ഇത്തരത്തിൽ പരാതി മുന്നോട്ട് കൊണ്ടുവന്നത്. തുടർന്ന് ഈ കേസ് അല്ലെങ്കിൽ ഈ പരാതി വലിയ രീതിയിലുള്ള ചർച്ചയാവുന്നു, ഹൈക്കോടതിയിലേക്ക് പോകുന്നു. ഹൈക്കോടതി ഈ വിഷയങ്ങളിൽ സമഗ്രമായിട്ടുള്ള കേസ് മറ്റു നടത്തിയതിനു ശേഷം സർവകലാശാല ചാൻസലർക്ക് വിടുകയായിരുന്നു. തുടർന്നാണ് കാലിക്കറ്റ് സർവകലാശാല VC-മാരുടെ നിയമനങ്ങൾ ചട്ടം ലംഘിച്ചാണെന്ന് കണ്ടെത്തിയത്. അതോടെ അവരെ പുറത്താക്കുകയായിരുന്നു. പുറത്താക്കിയ ശേഷം 10 ദിവസമാണ് ഈ സർവകലാശാല, അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാല, അതുപോലെ സംസ്കൃത സർവകലാശാല VC-കൾക്ക് ഹൈക്കോടതിയിലേക്ക് കേസിന് പോകാനുള്ള സമയം ഉണ്ടായിരുന്നത്. ഈ കാലാവധി 18-ന് അവസാനിച്ചിരുന്നു. അപ്പോൾ ഈ കാലാവധിക്കുള്ളിൽ ഹൈക്കോടതിയുടെ തീരുമാനവും ഇന്നുണ്ടായേക്കും. ഹൈക്കോടതിയുടെ തീരുമാനം അനുസരിച്ചാകും സ്ഥാനം അല്ലെങ്കിൽ ഈ സ്ഥാനത്തിൽ നിന്ന് ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവുണ്ടാകും. എന്തായാലും സർവകലാശാല വിഷയങ്ങളിൽ ഗവർണർ വലിയ രീതിയിൽ തന്നെ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇടപെടുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കൂടാതെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ടിൻഡോ ഈ പൊതുസമൂഹം ഗവർണറുടെ ഓരോ ഇടപെടലിനെയും ഓരോ തീരുമാനത്തെയും അത്രത്തോളം സ്വാഗതം ചെയ്യുന്നതും പുതിയ തീരുമാനങ്ങളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിനോ